സോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ദേ ഇന്ന് വൈകിട്ടായിട്ടുണ്ട്. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ദേ നമ്മൾ വിചാരിച്ചു നമ്മളെല്ലാവരും കൂടെ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ദേ നമ്മുടെ ശ്രീൻ്റെ പുതിയ ലുക്കാട്ടോ, തടിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പുതിയ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുഗ്രാമിൽ തന്നെ മോസ്റ്റ് സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സ്പോട്ടിലേക്കാട്ടോ, അതായത് വേൾഡ് മാർക്ക് എന്ന് പറയുന്ന ഒരു മോളിലേക്കാണ് നമ്മൾ പോണത്. അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് സെക്ടർ 65 ഗോൾഫ് കോഴ്സ് എക്സ്റ്റൻഷൻ റോഡിലാട്ടോ വരിക. ഈ മോളിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷം ഞാൻ ഈ വ്ളോഗിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനെ കാണണം. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. നമ്മൾ മോളിലെത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇതൊരു മോള് മാത്രമല്ല കേട്ടോ, ഇവിടെ ശരിക്കും ഷോപ്പിങ്ങും ഒരു ഫൈൻ ഡൈനിങ്ങും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ കഫേസ് ഉണ്ട്, റൂഫ് ടോപ്പിൽ തന്നെ ഇവർക്ക് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതായത് എല്ലാം ഒന്നിച്ചുള്ള ഒരു പ്രീമിയം ഹബ്ബായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടെ തന്നെ ഒരു നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു ഓപ്പൺ സീറ്റിംഗ് ഏരിയ ഒക്കെ ഇവർക്കുണ്ട്. അതുപോലെ വാട്ടർഫോൾ ഉണ്ട്. അതുപോലെ നല്ല നല്ല ഫോട്ടോസ് എടുക്കാനായിട്ടുള്ള ഒരു പെർഫെക്റ്റ് സ്പോട്ട്സ് ഒക്കെ ഇവിടെ എല്ലായിടത്തും കാണാൻ പറ്റും കേട്ടോ. മുകളിൽ തന്നെ ഓഫീസ് സ്പേസസും ഉണ്ട് കേട്ടോ. വന്ന് കയറുമ്പോൾ തന്നെ ആ കിട്ടുന്ന ആംബിയൻസ് ഉണ്ടല്ലോ, അത് അടിപൊളിയായിട്ടുണ്ട്. വൺ ഓഫ് അവർ ഫേവറേറ്റ് മോളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ അത്. കാര്യം അത്രയും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ടും. അതുപോലെ പ്രീമിയം ഷോപ്പിംഗ് നടത്താൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പ്ലെന്റി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. കാണാം ഇവിടെ എന്തൊക്കെയാണ് ഷോപ്പുള്ളത് നിങ്ങൾക്ക് കാണാം കേട്ടോ. അതെ, കളർ ബാർ ഉണ്ട്, മോഡേൺ ബസാർ ഉണ്ട്, പിന്നെ ക്രോമയുണ്ട്. ജ്വല്ലറി ഷോപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ തനിഷ്ക് ഉണ്ട്, പിന്നെ മിനിസോ ഉണ്ട്. പിന്നെ ഞാനും തനിക്കുട്ടി ശ്രീ ഇപ്പോൾ വാഷ്റൂമിൽ പോകാന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ തനിക്കുട്ടീനെ എടുത്തിട്ട് നമ്മൾ മിനിസോയിൽ പോയി കേട്ടോ, അവിടെ എന്തൊക്കെയുള്ളതെന്ന് കാണാനായിട്ട്.
ഷോപ്സ് ഉണ്ട് കേട്ടോ. ലൈക്ക് റെസ്റ്റോറൻറ്റും കഫേയും സ്കിൻ കെയറിനുള്ള അങ്ങനത്തെയൊക്കെ ഉണ്ട്. പക്ഷെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ ക്ലോത്തിങ്ങിനുള്ള ഷോപ്പൊന്നും ഞാൻ കണ്ടില്ല. ലൈക്ക് മാക്സ് ഓർ എന്താ പറയുക വെസ്റ്റ് സൈഡ് അതുപോലത്തെ പാൻറ്റലൂൺസ് അങ്ങനത്തെ ഷോപ്പൊന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ദേ നമ്മുടെ ഹെഡ്സ് ഓഫ് 4 ടൈൽസ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മളിത് ഷിറ്റുവിന് വേണ്ടിയിട്ട് ഒരു ഷാമ്പു മേടിക്കും. ഷിറ്റുവിൻ്റെ ഷാമ്പു തീർന്നിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അടിപൊളിയാണ്. ഇവിടെ നമ്മുടെ ഡോഗ്സിന് വേണ്ടിയിട്ടുള്ള ടോയ്സും ഷാമ്പുവും സ്പ്രേയും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ ഡോഗ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ദേ ഈ ഒരു സ്പ്രേ പെർഫ്യൂമാണ്. ഡോഗ്സിന് അടിച്ചുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. ഹൈഡ്ര എന്ന് പറഞ്ഞിട്ട് ഒരു പ്രീമിയം പെർഫ്യൂമാണ്. അടിപൊളിയാട്ടോ, ഭയങ്കര വേർത്തിട്ടാണ്. നിങ്ങൾ മേടിച്ച് നോക്കുക. 1000 സംതിങ് ആണ്. ഓൺലൈനിൽ ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. അടിപൊളിയാണ്. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. കളർ ബാറിൽ കയറിയിട്ട് എനിക്കൊരു ലിപ്സ്റ്റിക് എടുത്തു കേട്ടോ. നല്ല അടിപൊളി ഷെയ്ഡായിരുന്നു. എൻ്റെ സ്കിന്നുമായിട്ട് നന്നായിട്ട് മാച്ചായി പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ആരും ശല്യപ്പെടുത്താനൊന്നും വന്നില്ല കേട്ടോ. എനിക്ക് സമാധാനത്തോടെ എനിക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അടിപൊളി കളറായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് നമ്മൾ അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മൾ തലൈവർ എന്ന് പറയുന്ന ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ കയറിയിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പം വിത്ത് ചിക്കൻ ഇസ്റ്റോയും ഓർഡർ ചെയ്തു. പിന്നെ അപ്പം വിത്ത് കോക്കനട്ട് ഫിഷ് കറിയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടോ എന്ന് പറയുന്ന സ്റ്റൂ ആട്ടോ. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടോ അത്ര പോരായിരുന്നു. പക്ഷെ ഫിഷ് കറി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പവും ഫിഷ് കറിയും അടിപൊളിയായിരുന്നു. ഇഷ്ടോയുടെ പ്രശ്നം എന്താ വെച്ചാൽ കോക്കനട്ട് മിൽക്ക് ഒരുപാട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ല. കുറച്ച് കഴിച്ചാൽ നമ്മൾ പിന്നെ മടുത്തും കേട്ടോ. ഒരുപാട് കഴിച്ചാൽ അവർ അത് ക്യാൻഡ് ആയിട്ടുള്ള ഒരു കോക്കനട്ട് മിൽക്കും കണ്ടോ കേട്ടോ യൂസ് ചെയ്തിരിക്കണേ. അതുകൊണ്ട് അതത്ര പോരായിരുന്നു. ഫിഷ് കറി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോയിട്ട് നമ്മളൊരു 2-3 അപ്പമൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ബട്ടർ മിൽക്ക്, സ്പൈസി ബട്ടർ മിൽക്ക് നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് അവിടെ കുറച്ച് നേരം നടക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഹാംലൈസ്, ഇവിടെ ഹാംലൈസ് ഉണ്ട് കേട്ടോ. ഹാംലൈസിൽ നമ്മുടെ കുട്ടികളൊക്കെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അച്ഛനും അമ്മയ്ക്കും സമാധാനമായിട്ട് പോയി അവിടെ ഷോപ്പൊക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത്ര ഹൈറ്റും ഒക്കെ വേണം. എനിക്കറിയില്ല, അതിനെക്കൂട്ടി കൂടുതൽ ഡീറ്റെയിൽ എനിക്കറിയില്ല കേട്ടോ. നമ്മൾ തനിക്കുട്ടിയെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി കളിപ്പിക്കാന്ന് വിചാരിച്ച് പോയപ്പോൾ അവിടെ ക്ലോസ്ഡ് ആയി. 9 o'clock ആകുമ്പം ഹാംലൈസ് ക്ലോസ് ചെയ്യും കേട്ടോ. പിന്നെ അവിടെ പ്ലേ ഏരിയ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോളിന്റെ വിശേഷം ഇവിടെ കഴിയാണ്. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അതുവരേക്കും ബൈ.